ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +1 എക്കണോമിക്സിന് ഇനി വരാനിരിക്കുന്ന സെക്കൻഡ് ടേം എക്സാം, അതായത് ക്രിസ്മസ് എക്സാമിന് +1 എക്കണോമിക്സിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നും ആ ഓരോ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്നും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ വീഡിയോകളൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഇനിയും വേണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക. പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ സെക്കൻഡ് ടേം എക്സാം, അതായത് ഇക്കണോമിക്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ്. ഇക്കണോമിക്സിന് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് രണ്ട് ഭാഗമാണല്ലോ, അതായത് പാർട്ട് 1, പാർട്ട് ബി, അല്ലെങ്കിൽ പാർട്ട് എ, പാർട്ട് ബി എന്നീ രൂപത്തിൽ. അതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. പാർട്ട് ബി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ സ്കൂളുകളിൽ നമുക്ക് ഫസ്റ്റ് ടേം എക്സാം എന്ന രീതിയിൽ സ്കൂളിലെ ടീച്ചേഴ്സ് നമുക്ക് നൽകിയിട്ടുള്ള ഒരു പരീക്ഷയാണ് അല്ലേ. അതായത് ആദ്യത്തെ ഒരു 2 ചാപ്റ്റർ അല്ലെ, 2 ഭാഗത്തുനിന്നും, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്താണെങ്കിൽ ഒരു 3 ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ആദ്യത്തെ. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കോണമിയുടെ ഭാഗമാണെങ്കിൽ, അതായത് പാർട്ട് എ എന്ന് പറയുന്ന ഇന്ത്യൻ എക്കോണമി ഡെവലപ്മെന്റ് ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്ററാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതോടുകൂടി അവസാനിച്ചു എന്ന് കരുതരുത്. ഈ സെക്കൻഡ് ടേം എക്സാം ഗവൺമെന്റ് നടത്തുന്ന എക്സാമാണ്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഗവൺമെന്റ് ആണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് തയ്യാറാക്കി തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും, അല്ലെങ്കിൽ ഷുവറായിട്ട് നമുക്ക് ഫസ്റ്റ് ടേം എക്സാമിന് സ്കൂളിൽ നടത്തിയിട്ടുള്ള പരീക്ഷയുടെ അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഭാഗത്തു നിന്ന് നമുക്ക് ഏകദേശം 7, അതായത് 3, 4, 5, 6, 7, അതായത് 5 ചാപ്റ്റർ പഠിക്കണം. ഓക്കെ, 5 ചാപ്റ്ററാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? അപ്പോൾ അതിന് പേര് ഞാൻ പറയാം. അതിൽ 3ാമത്തെ ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്നുള്ളതാണ്. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഇതാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അതുപോലെ തന്നെ അതിൽ 4ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് പോവർട്ടിയാണ്. പോവർട്ടി. ഓക്കെ, 2ാമത് പഠിക്കേണ്ടത് പോവർട്ടിയാണ്, ദാരിദ്ര്യം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഇനി 3ാമതായിട്ട് പറയുന്നത് 5ാമത്തെ ചാപ്റ്റർ ആണ്, അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ മനുഷ്യ മൂലധന രൂപീകരണം എന്നുള്ളതാണ്. ഓക്കെ, മനുഷ്യ മൂലധന രൂപീകരണം ഇന്ത്യയിൽ എന്ന ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. 4ാമതായിട്ട് വരുന്നത് 6ാമത്തെ ചാപ്റ്റർ റൂറൽ ഡെവലപ്മെന്റ് ആണ്. റൂറൽ ഡെവലപ്മെന്റ്. ദെൻ അടുത്ത വരുന്നത് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമീണ വികസനം എന്നതാണ് കേട്ടോ, ഗ്രാമീണ വികസനം. ഓക്കെ, അതുപോലെ അടുത്ത് വരുന്നത് എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്റർ ആണ്. അതായത് ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ നമ്പേഴ്സ്, അതായത് ഇവിടെ നമുക്ക് ഈ വർഷം ഒഴിവാക്കപ്പെട്ട ചാപ്റ്റർ ഉൾപ്പെടുത്താതെ ആയിരിക്കും നമ്പർ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഞാനിവിടെ പറയുന്ന ആ ക്രമ നമ്പർ ചിലപ്പോൾ നിങ്ങളുടെ ബുക്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ ചാപ്റ്ററിന്റെ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് പറഞ്ഞ ചാപ്റ്റർ എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്നാണ്. തൊഴിൽ, അതുപോലെ വളർച്ച, അനൗപചാരികവൽക്കരണവും മറ്റ് വിഷയങ്ങളും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് 1ാമത്തെ പാർട്ടിൽ, അല്ലെങ്കിൽ പാർട്ട് എയിൽ ഇത്രയും ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇതിലിപ്പോ നമുക്ക് ഏറ്റവും വെയിറ്റേജ് നൽകാവുന്നത്, പബ്ലിക് എക്സാമിന് വരെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതാണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഏത് ചാപ്റ്റർ എന്നാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 8 മാർക്ക് വീതം വെയിറ്റേജ് കൊടുത്തിരിക്കുന്ന 2 ചാപ്റ്ററുകളുണ്ട്. അതിലൊന്ന് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമുക്ക് പഠിക്കാനുള്ള, ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്റർ, അതായത് 3ാമത്തെ ചാപ്റ്റർ ആണ് ലിബറലൈസേഷൻ.
പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നത്. ഓക്കെ, അത് 8 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. അതുപോലെ 8 മാർക്കിന് വെയിറ്റേജ് തന്നതാണ് പോവർട്ടി എന്ന് പറയുന്നത്, ദാരിദ്ര്യം എന്ന് പറയുന്ന ചാപ്റ്ററും 8 മാർക്കിന്റെ വെയിറ്റേജ് ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് അതിന് തൊട്ട് താഴെയായിട്ട് 6 മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. റൂറൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ചാപ്റ്റർ. റൂറൽ ഡെവലപ്മെന്റ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൂറൽ ഡെവലപ്മെന്റ് 6 മാർക്കിന് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നീട് വരുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ആൻഡ് ഇൻഫോർമലൈസേഷൻ, അതർ ഇഷ്യൂസ് എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് താഴെ. ഓക്കെ, അതായത് നമുക്കൊരു 4 മാർക്ക് വരെ വെയിറ്റേജ്, 4-5 മാർക്കിനൊക്കെ വെയിറ്റേജ് കൊടുക്കാവുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു എസ്സേ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് 2 ചാപ്റ്ററുകൾ നമുക്ക് പ്രതീക്ഷിക്കാം, 3 ചാപ്റ്ററുകൾ പ്രതീക്ഷിക്കാം. അത് ഒന്ന് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു എസ്സേ പ്രതീക്ഷിക്കാം. അതായത് ന്യൂ എക്കോണമിക് പോളിസി ഇൻ 1991 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം നമുക്ക് എസ്സേ ആയിട്ട് ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, മുൻപ് പബ്ലിക് എക്സാമിന് ചോദിച്ചിരുന്ന ചോദ്യമാണത്. ഓക്കെ, അപ്പൊ ഇത് എസ്സേ അവിടുന്ന് പ്രതീക്ഷിക്കാവുന്നത് ഏതാണ്? ന്യൂ എക്കോണമിക് ഡെവലപ്മെന്റ്, ന്യൂ എക്കോണമി പോളിസി, പുത്തൻ സാമ്പത്തിക നയം. ഓക്കെ, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള പുത്തൻ സാമ്പത്തിക നയം, അത് NEP 1991 എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, NEP ന്യൂ എക്കോണമി പോളിസി എന്നുള്ളത്. ഓക്കെ, പിന്നീട് നമുക്കൊരു എസ്സേ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാവുന്നത് പോവർട്ടിയിൽ നിന്നാണ്. ഓക്കെ, പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, 3 ഡയമെൻഷണൽ പോവർട്ടി പ്രോഗ്രാംസ് എന്നൊക്കെ ചോദ്യം വരാം. ഓക്കെ, എന്തായാലും എസ്സേ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പോവർട്ടി എന്നുള്ള വാക്ക് കണ്ടാൽ നമ്മൾ പഠിപ്പിച്ചത് അതുപോലെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാക്കാം. ഓക്കെ, അപ്പൊ പോവർട്ടിയിൽ നിന്ന് ഒരു എസ്സേ മസ്റ്റ് ആണ്, പോവർട്ടിയിൽ നിന്ന് എസ്സേ മസ്റ്റ് ആണ്, അതിലൊരു സംശയവും വേണ്ട. ഓക്കെ, അതുപോലെ നമുക്ക് മറ്റൊരു എസ്സേ വരുന്നത് റൂറൽ ഡെവലപ്മെന്റിൽ നിന്നാണ്. റൂറൽ ഡെവലപ്മെന്റ്, ഓക്കെ, ഗ്രാമീണ വികസനത്തിൽ നിന്ന് നമുക്ക് ഒരു എസ്സേ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ എസ്സേ എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്ക് ഞാൻ ഇമ്പോർട്ടന്റ് പറയുന്നില്ല. ആദ്യത്തെ 2 ചാപ്റ്ററിന് എസ്സേ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ റൂറൽ ഡെവലപ്മെന്റിൽ ചിലപ്പോൾ, കാരണം ഈ ലേറ്റസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ എന്താണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എസ്സേ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, യെസ്. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ബാക്കി മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമ്മൾ ഈ പാർട്ട് ബിയിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്ത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന പാർട്ട് ബിയിൽ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്ററുകൾ ഏതൊക്കെയെന്ന് നോക്കണ്ടേ? ഓക്കെ, അതില് നമുക്ക് പഠിക്കാനുള്ള 4ാമത്തെ ചാപ്റ്റർ ഏതാണ്? പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, ഡാറ്റകളുടെ അല്ലെങ്കിൽ ദത്തങ്ങളുടെ അവതരണം എന്നാണ് മലയാളത്തിൽ നമ്മളത് പറയുക, അല്ലെ? ഓക്കെ, ദത്തങ്ങളുടെ അവതരണം, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അത് തന്നെ. ഓക്കെ, ദത്തങ്ങളുടെ അവതരണം, അതും നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് തന്നിട്ടുള്ള ഒന്ന് തന്നെയാണ്. 8 മാർക്കിന്റെ വെയിറ്റേജ് ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ വെയിറ്റേജ് പറയുന്നത് പബ്ലിക് എക്സാമിനും കൂടി കണക്കാക്കിയിട്ടാട്ടോ, നിങ്ങളുടെ ഈ സെക്കൻഡ് ടേം എക്സാമിന് മാത്രമല്ല പബ്ലിക് എക്സാമിനും കൂടെ വെയിറ്റേജ് കണക്കാക്കിക്കൊണ്ടാണ് പറയുന്നത്. അതുപോലെ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ്, വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഏത്? 5ാമത്തെ, അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 5ാമത്തെ ചാപ്റ്റർ ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ബ്രാക്കറ്റിൽ ഓർ എന്ന് എഴുതി വേണം നമുക്ക് ഏത് ആവറേജസ് എന്ന് പറയാം, അല്ലെ? അതായത് കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അല്ലെ? കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ എന്താ നമ്മൾ അവിടെ പഠിക്കുന്നത്? മീൻ, മീഡിയൻ, മോഡ് കാണാൻ, അല്ലെ? മീൻ, മീഡിയൻ, മോഡ്, മാധ്യം, മാധ്യകം, അതുപോലെ ബഹുലകം, അല്ലെ? ഇങ്ങനെയാണ്, അല്ലെ? മാധ്യം, മധ്യാംഗം, ബഹുലകം, അല്ലെ? മാധ്യകം അല്ലെങ്കിൽ മധ്യാംഗം, അങ്ങനെ എന്തോ ആണ്. എനിക്ക് മലയാളം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. മാധ്യം, ഓക്കെ, അരിത്മെറ്റിക് മീൻ, അതായത് മാധ്യം, പിന്നെ മാധ്യകം, അല്ലെ? അങ്ങനെ വിചാരിക്കുന്നു. അതുപോലെ അതായത് മീഡിയൻ, അതുപോലെ തന്നെ മോഡ് എന്ന് പറയുന്നത് ബഹുലകം. എന്തായാലും ഈ 3 ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്സേ അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാനത് തിയറി പാർട്ടിൽ, അതായത്
ഇന്ത്യൻ എക്കോണമിയുടെ ഭാഗത്ത് പറഞ്ഞതിന് പുറമെ ഒരു എസ്സേ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു എസ്സേ വരുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു എസ്സേ മാത്രമാണ്. അതായത് ഈ മീൻ മീഡിയൻ മോഡ് കാണാൻ വേണ്ടിയിട്ട്, ഒന്നുകിൽ മീനും മീഡിയനും കാണാൻ വേണ്ടി ചോദിക്കുക, അല്ലെങ്കിൽ മീനും മോഡും കാണാൻ വേണ്ടി ചോദിക്കുക. ഏതെങ്കിലും രണ്ടെണ്ണേ ചോദിക്കുള്ളൂ. ഈ മൂന്നെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം. അത് ചോദിക്കുന്നത് നമ്മൾ 3 സീരീസ് പഠിച്ചിട്ടവരാണ് അല്ലെ. ഏതൊക്കെയാ 3 സീരീസ്? ഒന്ന് നമ്മളെ ഇൻഡിവിജ്വൽ സീരീസ് ആണ്, രണ്ടാമത്തേത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്, മൂന്നാമത്തേത് കണ്ടിന്യൂസ് സീരീസ് ആണ്. ഇതില് ചോദ്യം നിങ്ങൾക്ക് വരുന്നത്, പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് എസ്സേ ചോദ്യം വരുന്നത് കണ്ടിന്യൂസ് സീരീസിലായിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് സീരീസിലാണ് നിങ്ങൾക്ക് അവിടെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ചോദിക്കുക. 8 മാർക്കിന്റെ മസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. നിങ്ങൾ പഠിക്കാതെ ഒരിക്കലും പരീക്ഷയ്ക്ക് നിങ്ങൾ ഇറങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ വർഷം, അതായത് ഈ സെക്കൻഡ് ടേമിൽ നമുക്ക് ഈ 2 ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തു നിന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി 1, 2, 3 ചാപ്റ്റേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രൊഡക്ഷൻ, അതുപോലെ കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, ഇങ്ങനെ പറയുന്ന 3 ചാപ്റ്റേഴ്സിന് ചിലപ്പോൾ ചോദ്യം വന്നവിടായില്ല. കാരണം ഫസ്റ്റ് ടേമിൽ അത് ഉൾപ്പെടുത്തിയതാണ്. അതുപോലെ ഇന്ത്യൻ എക്കോണമിയുടെ ഭാഗത്തും ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ എക്കോണമി 1950 to 1990 എന്ന് പറയുന്ന ആ ചാപ്റ്ററിന് ചിലപ്പോൾ എന്താണ് ചോദ്യങ്ങൾ 1, 2 ഒക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും ഓപ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്. പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇതാണ്. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇത് പലപ്പോഴും ചിലപ്പോൾ അറിയാനുണ്ടാവും, സ്കൂളിലൊക്കെ നമുക്കിത് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഇന്ന ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, കൃത്യമായിട്ട് പഠിക്കണം എന്നൊക്കെ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കുക. അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഈ അവസാനം പറഞ്ഞത് നിങ്ങൾക്ക് കണ്ടത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള നോട്ട്സോ ക്ലാസ്സുകളോ കിട്ടാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനലിൽ കയറിയാൽ നമ്മുടെ പഴയ വീഡിയോകളുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം വരെ നമ്മൾ ചെയ്തു വെച്ച വീഡിയോകളുണ്ട്. ഒരു സംശയം വേണ്ട, കഴിഞ്ഞ വർഷത്തെ അല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ കാണാതിരിക്കേണ്ട. കണ്ടോളൂ, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇപ്രാവശ്യം പറയാനുള്ളത് തന്നെയാണ് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ വർഷം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ധൈര്യത്തിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഉപകാരപ്പെടും. ഓക്കെ, 100% ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മക്കള് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. എക്കണോമിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു മികച്ച വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് അത് ഞാൻ നാളെ പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്തിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഹാപ്പി ആണല്ലോ? യെസ്, അപ്പോൾ നാളെ കാണാം. Thank you so much for watching.